വൈദ്യുതി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ച ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സോളാർ പദ്ധതി വഴി ഓഫീസ് പ്രവർത്തനത്തിന് ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാതൃകയാവുന്നത്. വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് പുറമെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇനി വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കും. ചിലവ് കുറയ്ക്കുക, വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ സോളാർ പാനൽ സംവിധാനം സ്ഥാപിച്ചത്. പ്ലാൻ ഫണ്ടിൽ നിന്ന് 5 ലക്ഷവും ഓൺ ഫണ്ടിൽ നിന്ന് 2.5 ലക്ഷവും ചേർത്ത് 7.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് സോളാർ പ്ലാന്റ് സജ്ജമാക്കിയത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വൈദ്യുതി പ്രസരണം കുറയ്ക്കുക, അതോടൊപ്പം തന്നെ വൈദ്യുതി പരമാവധി നമ്മൾ സോളാർ പാനലും മറ്റും വെച്ച് ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വളരെ വ്യാപകമായി ഡിപ്പാർട്ട്മെന്റ് ആയാലും മറ്റു സ്ഥാപനങ്ങളൊക്കെ പ്രചരണം നടക്കുന്നുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലും ഇപ്രാവശ്യം സോളാർ പ്ലാന്റ് സ്ഥാപിക്കുകയും അതിൽ നിന്ന് 8 കിലോവാട്ട്സോളം വൈദ്യുതി നമുക്ക് സോളാറിലൂടെ ലഭ്യമാക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോ നടക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ പദ്ധതിയിൽ അതിന് 7 ലക്ഷം രൂപ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് മുതൽ മുടക്കുകയും 8 കിലോവാട്ട്സ് വൈദ്യുതി ലഭ്യമാകുന്ന രൂപത്തിലുള്ള സോളാർ പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 8 കിലോ വാട്ട് വൈദ്യുതിയാണ് പ്ലാന്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. മാസം വന്നിരുന്ന 20,000 രൂപ വൈദ്യുതി ചാർജ് ഇനി മുതൽ ലഭിക്കാനാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുകളിലായാണ് സോളാർ പാനലുകൾ സ്ഥാപിച്ചത്. സർക്കാർ ഏജൻസിയായ അനേർട്ട് വഴിയാണ് പ്ലാന്റ് ഒരുക്കിയത്. ഇതോടെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, കോൺഫറൻസ് ഹാൾ എന്നിവിടങ്ങളിൽ സോളാർ വൈദ്യുതി ലഭ്യമാകും. വൈദ്യുതി ചാർജ് കുറയുമെന്നതിലുപരി തടസ്സമില്ലാത്ത വൈദ്യുതി ലഭിക്കുമെന്നതാണ് പദ്ധതിയുടെ ഗുണം. NCV ന്യൂസ്, തൃത്താല. അതിരുകളില്ലാത്ത ഷോപ്പിംഗിന്റെ വിസ്മയാനുഭവം ഇനി എടപ്പാളിലും. പൂർണിമ ടെക്സ്റ്റൈൽസ്, ഒരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാവിധ തുണിത്തരങ്ങളും ഇനി ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. പൂർണിമ ടെക്സ്റ്റൈൽസ്, അൽ മദീന കോംപ്ലക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.